നമസ്കാരം. ജൂൺ 4-ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ പത്തനംതിട്ടയിലും കണ്ണൂരും ആലത്തൂരും സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ആദ്യം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ വളരെ കുറവ് പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. 63.37% മാത്രം പോളിംഗ്. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന 7 മണ്ഡലങ്ങൾ ചേരുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണി, BJP സ്ഥാനാർത്ഥിയായി അനിൽ കെ ആന്റണി എന്നിവരാണ് മത്സരിച്ചത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം അവിടെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ആണെന്നുള്ളതാണ്. അതായത് പഴയ കോൺഗ്രസിന്റെ IT സെല്ലിന്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന അനിൽ കെ ആന്റണി BJPയിൽ ചേർന്ന് പിന്നെ പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു. അവിടെ നമുക്ക് നടത്തിയ അഭിപ്രായ സർവേകളിലൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പത്തനംതിട്ടയിൽ തോമസ് ഐസക് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അവിടെ പോളിംഗ് ശതമാനം കുറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് LDFന് തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആന്റോ ആന്റണി എന്ന് പറയുന്ന നിലവിലെ അവിടുത്തെ സിറ്റിംഗ് MP-യുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് തന്നെയാണ് പലപ്പോഴും പല മാധ്യമങ്ങളും പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ലോക്സഭയിൽ പോയ ശേഷം ഈ ആന്റോ ആന്റണിക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജന്തർ മന്ദിറിൽ LDF നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് ഈ ആന്റോ ആന്റണിയും സംഘവും ഒക്കെ. അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതിലൊന്നും ഒരു പങ്കും വഹിക്കാത്ത ആന്റോ ആന്റണിയെ ഇനി ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിടേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് പത്തനംതിട്ട എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ തോമസ് ഐസക് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തോമസ് ഐസക്കിനെ ഇലക്ഷൻ സമയത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലാക്കാനും അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് കുറയ്ക്കാനും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് കിട്ടുന്ന പോളിംഗ് ശതമാനം കുറയ്ക്കാനും ഒക്കെ വലിയ തോതിലുള്ള ആക്രമണം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് തോമസ് ഐസക് മുന്നോട്ട് നീങ്ങിയത്. രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുള്ള തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ ഭാഷകളും അറിയാവുന്ന തോമസ് ഐസക് ഈ പറയുന്നത് പോലെ ലോക്സഭയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ വർഗീയ ശക്തികൾക്കെതിരെ, ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ നല്ല പോരാട്ടം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എന്തായാലും പത്തനംതിട്ടക്കാർക്കില്ല. അതുകൊണ്ട് പത്തനംതിട്ടയിൽ റിസൾട്ട് പുറത്തു വരുമ്പോൾ തോമസ് ഐസക് ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ അവസ്ഥ നമുക്കറിയാം. അതായത് ഇരിക്കൂർ, തളിപ്പറമ്പ്, പേരാവൂർ, മട്ടന്നൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും ഈ പറയുന്നത് പോലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ, NDA സ്ഥാനാർത്ഥി C രഘുനാഥാണ്. ഈ പറയുന്നത് പോലെ എന്ന് പറയാനുള്ള കാരണം, അതായത് പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ആയതുപോലെ തന്നെ ഈ കണ്ണൂരും ഈ NDAയുടെ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അതായത് പഴയ ധർമ്മടത്ത് നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച C രഘുനാഥാണ് ഇക്കുറി NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് CPM ഇതാണ് പറയുന്നത്, അതായത് കൈക്ക് കുത്തിയാൽ തെളിയുന്നത് താമരയായിരിക്കുമെന്ന്. അത് രണ്ടും തെളിയിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പണ്ട് കൈപ്പത്തിയിൽ നിന്ന വ്യക്തികൾ ഇന്നിതാ ഈ താമര ചിഹ്നത്തിൽ നിൽക്കുന്ന കാഴ്ച. അതായത് ഈ പറയുന്ന കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടാണ്, BJP ആശയങ്ങളാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമായി തെളിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ കണ്ണൂരിൽ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ പുറത്തു വരുന്ന അഭിപ്രായ സർവേകളിലൊക്കെ MV ജയരാജൻ മുന്നിൽ എന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടത്. K സുധാകരന് ഏതൊക്കെ രീതിയിലാണ് ഈ പറയുന്നത് പോലെ തോൽവി സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, അദ്ദേഹം ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റായ ശേഷം നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും, അതായത് RSS അനുകൂല പ്രസ്താവനകൾ. പണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്. ഞാൻ എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകും, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ഞാൻ ചിലപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടും എന്ന് പറഞ്ഞ കാര്യങ്ങൾ, സതീശനെ തെറി വിളിച്ച കാഴ്ച, അങ്ങനെ തുടങ്ങി കേന്ദ്ര സർക്കാരിനും ഗവർണർക്കൊക്കെ അനുകൂലമായിട്ട് പലവട്ടം പലയാവർത്തി K സുധാകരൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. K സുധാകരൻ BJPയിലേക്ക് പോകും എന്ന രീതിയിലുള്ള പല വാർത്തകൾ വരെ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് എപ്പോഴും നെഞ്ചിൽ
നെഞ്ചിലേറ്റുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ എന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിൽ നിന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ഒരു ദയനീയമായ അവസ്ഥയിൽ എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ഈ പറയുന്ന കെ സുധാകരനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ കെ സുധാകരനോട് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. കെ സുധാകരൻ പല വേദികളിലുമൊക്കെ നടത്തിയിട്ടുള്ള പല പരസ്യ പ്രസ്താവനകൾ കോൺഗ്രസിനെ വലിയ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ഒപ്പം മോൺസം മാവുങ്കൽ കേസിൽ 2ാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വലിയ തോതിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോഴും പല വിഷയങ്ങളിലും, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള പല സമരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി ഇവർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ നിരവധി പരിപാടികൾ കേന്ദ്ര സർക്കാരിനെതിരെ എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചിട്ട് കാണാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരൻ ഇക്കുറി ജയിച്ചിട്ടൊരു കാര്യമില്ല എന്നറിയാം. അതിന് ഒപ്പം തന്നെ കെ സുധാകരൻ എം പി ആയിരുന്നു. എം പി ആയ സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പി എ ആണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പി എ നേരെ പോയത് BJP-യിലേക്കാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ജയിച്ചു പോവുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള വികസനവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ BJP-യിലേക്ക് പോകുമോ എന്നൊരു സംശയം പോലും വോട്ടർമാർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ കണ്ണൂരിൽ ഒരു സാധ്യതയില്ല. പിന്നെ സി രഘുനാഥാണ് ഈ പറയുന്നത് പോലെ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വലിയൊരു ഭാഗം വോട്ട് ഈ സി രഘുനാഥും പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ വ്യക്തമായ നിലപാടുള്ള ഈ പറയുന്നത് പോലെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെയൊക്കെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം LDF ആണ്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നത് പോലെ MB ജയരാജൻ ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് എന്തായാലും കണ്ണൂരുകാർ വിലയിരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് കണ്ണൂരിൽ ഇക്കുറി MB ജയരാജൻ വലിയൊരു മാർജിനിൽ തന്നെ ജയിച്ചു പോകും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 77.21% പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലത്തൂരിലേക്കാണ്. 73.42% വോട്ട് രേഖപ്പെടുത്തിയ ആലത്തൂരിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കുന്നംകുളം, ചേലക്കര, തരൂർ, വടക്കാഞ്ചേരി, ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ ചേരുന്ന ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയുന്നത്. ആലത്തൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ജയിച്ചു പോയത് രമ്യ ഹരിദാസ് ആയിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ജയിച്ച് ലോക്സഭയിൽ എത്തിയാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകും. അതായത് കൂടുതൽ സീറ്റുകളും കൂടുതൽ ജനപ്രതിനിധികളും ഉണ്ടെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രിയാകാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി എന്നാൽ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ജനങ്ങളും തീരുമാനിച്ചു. അങ്ങനെ എല്ലാ UDF സ്ഥാനാർത്ഥികളെയും ജയിപ്പിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ആ കൂട്ടത്തിൽ ജയിച്ചു പോയൊരു വ്യക്തിയാണ് രമ്യ ഹരിദാസ്. പക്ഷേ ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസ് ജയിച്ചു പോയിട്ട് എന്തെങ്കിലും ഗുണം ആലത്തൂരുകാർക്ക് ഉണ്ടായോ എന്ന് പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അവർ അത്രമാത്രം സംതൃപ്തരല്ല എന്ന് തന്നെയാണ്. പല വേദികളിലുമൊക്കെ നാടൻ പാട്ടൊക്കെ പാടി ജനങ്ങളെ അങ്ങ് ആവേശത്തിലാഴ്ത്തും എന്നതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി സർക്കാരിനെതിരെ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്നും ശക്തമായി പോരാടാൻ പോലും കഴിയാത്ത ഒരു വനിതയാണ് ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത്. MP ആയ ശേഷം നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വനിതാ നേതാവ് കൂടിയാണ് രമ്യ ഹരിദാസ്. ഒരു ഘട്ടത്തിൽ, അതായത് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും മല്ലികാർജുൻ ഖർഗെയെ തുടങ്ങി സതീശനെ വരെ കടന്നാക്രമിച്ചിട്ടുള്ള ഈ മറുനാടൻ ഷാജനെ ഈ പറയുന്നത് പോലെ രമ്യ ഹരിദാസ് പൊക്കിപ്പിടിച്ച് ഫേസ്ബുക്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഫോട്ടോ ഇട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അതായത് ഈ പറയുന്ന വർഗീയവാദിയായ, അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ നിരന്തരം കടന്നാക്രമിക്കുന്ന BJP ഏജന്റ് ആയിട്ടുള്ള ഷാജൻ സ്കറിയക്കെതിരെ വലിയ തോതിൽ ആക്രമണം നടക്കുന്ന സാഹചര്യമായിരുന്നു. അതായത് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ നിയമ പോരാട്ടങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ രമ്യ ഹരിദാസ് ഈ പറയുന്ന ഷാജിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടതും കോൺഗ്രസ് പ്രവർത്തകരെ അതിലൂടെ വെല്ലുവിളിച്ചതും അവസാനം കോൺഗ്രസ് പ്രവർത്തകർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ ഞങ്ങൾ മറുപടി തരാമെന്നൊക്കെ പറഞ്ഞതൊക്കെ എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടിയായി തന്നെ അവർ രമ്യ ഹരിദാസിന് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, AB ഗോപിനാഥ് പാർട്ടിയിൽ നിന്ന് പിണങ്ങി നിന്ന സാഹചര്യത്തിൽ AB ഗോപിനാഥിനെ പോലുള്ള പാലക്കാടിൻ്റെയൊക്കെ നട്ടലായിട്ടുള്ള, ആലത്തൂരിൻ്റെയൊക്കെ നട്ടലായിട്ടുള്ള ആ നേതാവിനെ തിരിച്ചു കൊണ്ടുവരാൻ പോലും ഈ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഒരുപാട് നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ആലത്തൂരിൽ നിലനിന്ന സാഹചര്യത്തിലൊന്നും കോൺഗ്രസിന്റെ ഈ പടലപ്പിണക്കങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ ഒന്നും രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങൾ രമ്യ ഹരിദാസിന് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്ന് പരസ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഒപ്പം
ആലത്തൂരിൽ നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കിയത് ഒരു പക്ഷേ ഈ രമ്യ ഹരിദാസ് ആണ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. കാരണം കോൺഗ്രസിന് ഉണർവ് പകരുന്ന, കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ഒരു ഊർജ്ജം നൽകുന്ന രീതിയിലുള്ള ഒന്നും തന്നെ രമ്യ ഹരിദാസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു MP എന്ന നിലയിൽ ചുമ്മാ ഇങ്ങനെ നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ലോകസഭയിൽ ഒരു തീപ്പൊരി പ്രസംഗം ഞങ്ങളുടെ രമ്യ ഹരിദാസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോലും പ്രവർത്തകർക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. LDFിന്റെ സ്ഥാനാർത്ഥിയായി K രാധാകൃഷ്ണനെ അവിടെ പ്രഖ്യാപിച്ചത് മുതൽ ആലത്തൂരുകാർ വലിയ സന്തോഷത്തിലാണ്. കാരണം മന്ത്രിയായിരുന്നു. അപ്പം അതുപോലെ തന്നെ രാധാകൃഷ്ണൻ വളരെ സമ്മതിയുള്ള ഒരു മനുഷ്യനാണ്. ജനങ്ങളുടെ ജനഹൃദയം പിടിച്ചു പറ്റിയ ഒരു സാധാരണക്കാരനായ മന്ത്രിയാണ്. അങ്ങനെ രാധേട്ടൻ ആലത്തൂരിൽ, രാധേട്ടൻ എന്ന് പറയാനുള്ള കാരണം K രാധാകൃഷ്ണൻ എല്ലാവരും വളരെ സ്നേഹത്തോടെ രാധേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് രാധേട്ടൻ ആലത്തൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആലത്തൂരുകാർക്കും അത് രാധേട്ടനായി മാറി. ഇക്കുറി K രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് പോകട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതി. അതാണ് നമ്മൾ പുറത്തു വന്ന എല്ലാ അഭിപ്രായ സർവേകളിലും കണ്ടത്. എന്തായാലും 73.42% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് രമ്യ ഹരിദാസിനെതിരെയുള്ള ഈ പറയുന്ന പോലെ അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമുക്കറിയാം അവിടുത്തെ സരസുവിനെതിരെയായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ്. സരസു ഈ പറയുന്നത് പോലെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് അവിടെ രേണു സുരേഷ് സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെയാണ് തുടക്കം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രേണു സുരേഷിന് വേണ്ടി ചുമരെഴുത്തുകളൊക്കെ തുടങ്ങിയിരുന്നു. പിന്നീട് സരസുവിനെ പെട്ടെന്ന് കെട്ടിയിറക്കുകയായിരുന്നു. അതുകൊണ്ട് രേണു സുരേഷ് വിഭാഗം അവിടെ ഇടനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ സരസു അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ സരസുവിനെ തോൽപ്പിക്കുക എന്നൊരു അജണ്ട ഈ പറയുന്ന രേണു സുരേഷ് വിഭാഗത്തിന് ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവിടെ BJPക്ക് ഒരു വലിയ ഒരു അടി കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തകർ തന്നെ തിരിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എന്തായാലും BJPക്കും കോൺഗ്രസിനെതിരെയുള്ള വികാരം തന്നെയാണ് അവിടെ പ്രതിഫലിച്ചിട്ടുള്ളത്. അത് K രാധാകൃഷ്ണൻ അനുകൂലമായിട്ടുള്ള വികാരമാണ്. ഈ പോളിംഗ് പെങ്ങളൂട്ടിക്കും ഈ നാടൻ പാട്ടുകാരിക്കും സരസുവിനും ഒക്കെയുള്ള മറുപടി ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ 3 ഇടങ്ങളിലും എന്തായാലും LDF സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോകസഭയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജൂൺ 4 എന്ന് പറയുന്ന ദിവസം ഈ 3 മണ്ഡലങ്ങളിലും ചെങ്കൊടി പാറിപ്പറക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.